ഹായ് ഓൾ. അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ മലയാള സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. ടൊവിനോ തോമസിൻ്റെ ഐഡൻറ്റിറ്റി. സംവിധാനം അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ. ഇവരുടെ മുമ്പത്തെ സിനിമയായ ഫോറൻസിക് തിയേറ്ററിൽ അത്യാവശ്യം ഹിറ്റായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ഈ പടത്തിൻ്റെ ട്രെയിലർ ആയാലും അത്യാവശ്യം വളരെ നല്ലതായിരുന്നു. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ സിനിമ പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. പക്ഷെ പടം എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് എന്താണോ അതെനിക്ക് പടത്തിൽ നിന്ന് കിട്ടിയില്ല. ഫസ്റ്റ് ഹാഫ് വളരെ ഓക്കെ ആയിരുന്നു. നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫ്. നല്ലൊരു മിസ്റ്ററി ത്രില്ലർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സിനിമ ആദ്യം കുറച്ച് ടൈം എടുത്ത് കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് ആ ഫ്ലോവിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. തൃഷ ചെയ്ത ക്യാരക്ടറിൻ്റെ വരവോടുകൂടി പടം മെയിൻ ആ കഥയിലേക്ക് അങ്ങ് കടന്നു. ഫസ്റ്റ് ഹാഫിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല ട്വിസ്റ്റുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഡയറക്ടേഴ്സ്. നല്ല ഗംഭീര ട്വിസ്റ്റ് തന്നെയായിരുന്നു അതെല്ലാം. ഇൻ്റർവൽ ബ്ലോക്ക് ആയാലും അത്യാവശ്യം മികച്ച് തന്നെയായിരുന്നു. കുറച്ച് ഡ്രാമാറ്റിക് ആയിപ്പോയി എന്ന് ഒഴിച്ചു നിർത്തിയാൽ നല്ലൊരു സെക്കൻഡ് ഹാഫിലേക്കുള്ളൊരു ലീഡ് നിർത്തിയാണ് ഫസ്റ്റ് ഹാഫ് അവിടെ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു അഭിപ്രായവും പിന്നെ സെക്കൻഡ് ഹാഫിലേക്കുള്ള എക്സ്പെക്റ്റേഷൻ കൂടുകയും ചെയ്യും. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോൾ സിനിമയുടെ ആ മൂഡ് കംപ്ലീറ്റ് കളഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അത് വേറൊന്നുമല്ല, ഫസ്റ്റ് ഹാഫ് നല്ല മിസ്റ്ററി എലമെൻറ്റ്, നല്ല മിസ്റ്ററി ത്രില്ലറൊക്കെ ആയിട്ട് പോയ ഒരു കഥ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എങ്ങോട്ടോ പോയി. കഥ ഫുള്ള് മാറിപ്പോയി. ആ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ഫ്ലോ തന്നെ മാറി. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥ കുറച്ചുകൂടി ഒരു ബിഗ് ക്യാൻവാസിലേക്ക് മാറി. ഒരു കൊമേഴ്ഷ്യൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സൂപ്പർ ഹീറോ, ഒരു ഹീറോയിക് ക്യാരക്ടറെല്ലാം കാണിച്ച് ആ കഥയുടെ ആ മൂഡ് നശിപ്പിച്ച്. എനിക്ക് ആ ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ കിട്ടിയില്ല. അതുമാത്രമല്ല, സിനിമ കഴിയുമ്പോൾ ഫസ്റ്റ് ഹാഫിലുണ്ടായ പല ക്യാരക്ടേഴ്സും സെക്കൻഡ് ഹാഫിൽ ഇറലവൻ്റ് ആയിപ്പോയി. ആ ഒരു കണ്ടിന്യൂറ്റി ഫുള്ള് പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് പടം കഴിഞ്ഞപ്പോൾ ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് കിട്ടിയത്. ഈ സിനിമയുടെ ഡയറക്ടേഴ്സ് പ്രൊമോഷൻ്റെ ഭാഗമായി പറയുകയുണ്ടായി, മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഈ സിനിമയുടെ അവസാനം 40 മിനിറ്റിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന്. പക്ഷേ പേഴ്സണലി എനിക്ക് ആ 40 മിനിറ്റാണ് വളരെ ബോറിംഗ് ആയിട്ട് തോന്നിയത്. അവരുദ്ദേശിച്ച ആ ബിഗ് ക്യാൻവാസ്, ആ ബിഗ് എലമെൻറ്റ്സ് കാണിക്കുവാനായിട്ട് കുറേ ബിൽഡപ്പും കൊടുത്ത് നല്ല പോലെ വലിച്ചു നീട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ അത്യാവശ്യം എനിക്ക് ബോറടിച്ച്. ഇതെങ്ങനെയും കഴിഞ്ഞ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണാനുള്ള സീൻസാണ് ഇത് എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടി. പിന്നെ അതുമാത്രമല്ല, ആറാട്ട് എന്ന ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ആ സിനിമയിലെ പോലത്തെ സീനുകൾ കണ്ടാൽ നമുക്ക് ആ സിനിമയിലെ ക്യാരക്ടറിന് ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ആറാട്ടും അതുപോലെ ജയറാമിൻ്റെ സലാം കാശ്മീർ ആ സിനിമയെ ഓർമ്മിപ്പിച്ച്. ഇതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യമാണ്. എല്ലാവർക്കും ഇങ്ങനെ ആവണം എന്നില്ല. പലർക്കും ഈ സിനിമ കണക്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. നല്ലൊരു ആക്ഷൻ ഫിലിം, ഒരു മാസ് ത്രില്ലർ പ്രതീക്ഷിച്ച് വന്നവർക്ക് സെക്കൻഡ് പാർട്ട് കണക്റ്റ് ആകും. എന്നെ സംബന്ധിച്ച് ഞാൻ എന്താണോ വിചാരിച്ചത്, ആ ട്രെയിലർ കണ്ടിട്ടും ഈ പ്രൊമോഷൻ്റെ ഭാഗമായുള്ള എല്ലാം കണ്ടിട്ടും വിചാരിച്ച ആ ഒരു ഫീൽ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ സിനിമയിൽ ധാരാളം സ്റ്റണ്ട് ഉണ്ട് എന്നാണ് ഇവർ മുമ്പ് പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി യാനിക് ബെൻ എന്നൊരു സ്റ്റണ്ട് കൊറിയോഗ്രാഫറെ എല്ലാം സിനിമയിൽ ഉൾപ്പെടുത്തിയവർ. പക്ഷേ സിനിമയിൽ ആക്ഷൻ സീൻസ് എന്ന് എടുത്തു പറയാനുള്ളത് വളരെ കുറവാണ്. അവസാനം ക്ലൈമാക്സിലുള്ള ഒരു ഫൈറ്റും പിന്നെ ഇടയ്ക്കുള്ള ഒരു ഫൈറ്റും മാത്രമാണ്. അത് വളരെ ഡീസൻ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എങ്കിലും ഒരു ആക്ഷൻ ഫിലിം, ഒരു കംപ്ലീറ്റ് ആക്ഷൻ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല ഈ സിനിമ. ടെക്നിക്കൽ സൈഡെല്ലാം മികച്ചു നിന്നു. അതുപോലെ തന്നെ പെർഫോമൻസും ടൊവിനോ ആയാലും വിനയറായി, തൃഷ ഇവരെല്ലാവരും മികച്ചു നിന്നു. ക്ഷമത്തിലേക്കിൻ്റെ പെർഫോമൻസ് നന്നായിരുന്നുവെങ്കിലും ആ ക്യാരക്ടർ ഒരു സ്പൂൺ ഫീഡിങ്ങിന് വേണ്ടിയുള്ള ക്യാരക്ടറായി തോന്നി. സിനിമയിൽ എപ്പോഴൊക്കെയോ സ്പൂൺ ഫീഡിങ് വേണോ അപ്പോഴെല്ലാം ആ ക്യാരക്ടർ വരും. പിന്നെ ഈ സിനിമയുടെ ഡയറക്ടേഴ്സ് പറഞ്ഞ പോലെ ഫോറൻസിക്കിൽ നമ്മൾ കണ്ടതാണ്, ഒരാളുടെ ശരീരത്തിൽ 2 DNA ഉണ്ടാവും. ഇതുപോലെയുള്ള കുറേ ഇൻഫോർമേഷൻ സീൻസ് ഈ സിനിമയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കുറച്ച് ലെക്ചർ ക്ലാസ് പോലെ ആയിപ്പോയി. സ്പൂൺ ഫീഡിങ് അല്ലെങ്കിൽ നമ്മളെ ലെക്ചർ ചെയ്യിപ്പിക്കുക അങ്ങനത്തെ ഒരു രീതിയിലായിപ്പോയി ആ ഇൻഫോർമേഷൻ എല്ലാം പാസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി സീൻ ഓറിയൻറ്റഡായി എടുത്തിരുന്നെങ്കിൽ നന്നായേനെ. സിനിമയുടെ ഈ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയാൽ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഐഡൻറ്റിറ്റി. തൃഷയുടെ ക്യാരക്ടർ ഫസ്റ്റ് ഹാഫിൽ നല്ല ഗംഭീരമായിരുന്നു. ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് കഥ പോകും എന്ന് വിചാരിച്ചപ്പോൾ സെക്കൻഡ് ഹാഫിൽ കഥ വേറെ എങ്ങോട്ടോ പോയി. സെക്കൻഡ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ ആ ക്യാരക്ടറിന് ഒരു റിലവൻസും ഇല്ലാതെയായിപ്പോയി. അതുകൊണ്ടൊക്കെ തന്നെയാണ് പടം എനിക്കൊരു ആവറേജ് ആയിട്ട് തോന്നിയത്. എന്തായാലും എല്ലാവരും പടം തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.